ഇസ്രയേൽ ജനത എന്ന് തങ്ങളുടെ സമ്പൂർണ്ണ പരാജയം ഉറപ്പാക്കുന്നുവോ അന്ന് ശത്രുക്കൾക്ക് മേൽ സെക്കൻഡ് സ്ട്രൈക്ക് നടത്താനുള്ള വലിയൊരു അപകടകാരിയെ ഇസ്രയേൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അവസാന ആയുധം എന്ന് വിശേഷിപ്പിക്കുന്ന സാംസൺ ഓപ്ഷൻ അങ്ങേറ്റം വിനാശകരമായ ഒന്നാണ്. ഇസ്രയേൽ ജനത എന്ന് തങ്ങളുടെ സമ്പൂർണ്ണ പരാജയം ഉറപ്പിക്കുന്നു അന്ന് ശത്രുക്കളുടെ മേൽ സെക്കൻഡ് സ്ട്രൈക്ക് നടത്താനുള്ള സംവിധാനം. ഒരു രാജ്യം അണുബോംബിനാൽ നശിപ്പിക്കപ്പെട്ടാൽ ആക്രമണം മുൻകൂട്ടി കണ്ട് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ആണവായുധം രഹസ്യമായി സജ്ജമാക്കി വെക്കുന്നതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാംസൺ ഓപ്ഷൻ അതിനേക്കാളൊക്കെ മാരകമാണ്. ഇസ്രയേലിൽ പല അതീവ രഹസ്യ കേന്ദ്രങ്ങളിലും എല്ലാ ശത്രുരാജ്യങ്ങളും ലക്ഷ്യമാക്കി ന്യൂക്ക് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നുമൊക്കെ ഈ ഭീകരന്മാരെ വിക്ഷേപിക്കാൻ സാധിക്കും. ജൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള അവസാന വഴി പോലും അടഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടും. അങ്ങേറ്റം വിനാശകരമായ അന്ത്യമാകും അതോടെ ശത്രു രാജ്യങ്ങൾക്ക് സംഭവിക്കുക. ഇസ്രയേൽ ഈ സർവനാശത്തിന്റെ പദ്ധതിക്ക് സാംസൺ ഓപ്ഷൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടാത്ത ഇസ്രയേൽ ഇക്കാര്യം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഡേവിഡ് ബെൻ ഗുരിയോൺ, ഷിമോൺ പെരസ്, ലെവി എഷ്കോൾ തുടങ്ങി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന പ്രമുഖരൊക്കെ പരോക്ഷമായി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ അവസാന ആയുധമായ സാംസൺ ഓപ്ഷൻ എന്ത് എന്ന് മനസ്സിലാക്കാൻ ആദ്യം സാംസൺ എന്ന കഥാപാത്രത്തെക്കുറിച്ച് അറിയണം. കർത്താവിന് സ്വയം ഒഴിഞ്ഞുവെക്കുന്ന ഒരു പ്രത്യേകതരം ഉപവാസമാണ് നാസീർ വ്രതം. തെരഞ്ഞെടുക്കപ്പെട്ടവൻ, സമർപ്പിത എന്നൊക്കെയാണ് നാസീർ എന്ന ഹീബ്രു പദത്തിനർത്ഥം. കഠിനമായ നിയമങ്ങളോട് കൂടിയതാണ് ഈ വ്രതം. രണ്ട് തരത്തിൽ ഈ വ്രതം എടുക്കാം. ഒന്ന്, സ്വന്തം ഇഷ്ടപ്രകാരം നിശ്ചിത കാലത്തേക്ക് നാസീർ വ്രതസ്ഥരാവാം. ദൈവം നേരിട്ട് തെരഞ്ഞെടുക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം. സ്വന്തം ഇഷ്ടപ്രകാരം നാസീർ വ്രതം എടുക്കുന്നവർക്ക് പ്രധാനമായും 3 നിയന്ത്രണങ്ങളാണുള്ളത്. ലഹരി പാനീയങ്ങളും മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും സമ്പൂർണ്ണമായി ഒഴിവാക്കണം. മുടി മുറിക്കരുത്, മൃതദേഹത്തിൽ തുടരുത്. എന്നാൽ ദൈവമാണ് നാസീറായി നിയമിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ അവർ അങ്ങനെ തുടരണം. അവർക്കുള്ള നിബന്ധനകൾ യഹോവയാണ് കൽപ്പിച്ചു നൽകുന്നത്. അത്തരത്തിൽ ആജീവനാന്ത നാസീർ വ്രതക്കാരനായിരുന്നത്രേ സാംസൺ. ഹീബ്രു ബൈബിളിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13 മുതൽ 16 വരെ അധ്യായങ്ങളിലാണ് ഇസ്രായേലി ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളായ സാംസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തനിക്ക് നാശം വിധിക്കുന്ന ശത്രുക്കളെ അവർ ഒന്നടങ്കം നാശത്തിലേക്ക് കൊണ്ടുപോയ കഥാപാത്രമാണ് സാംസൺ. ശത്രുക്കൾക്കെതിരെ പൊരുതാൻ അസാമാന്യമായ ശക്തി യഹോവ സാംസന് നൽകിയിരുന്നു. തന്റെ ബലിഷ്ഠമായ കരങ്ങൾ മാത്രം ഉപയോഗിച്ചൊരു സിംഹത്തെ കൊന്നതും കഴുതയുടെ താടിയിൽ ഉപയോഗിച്ച് ഫെലിസ്ത്യരുടെ ഒരു വലിയ സൈന്യത്തെ കൂട്ടക്കൊല ചെയ്തതും ബൈബിളിൽ പറയുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നീളമുള്ള മുടി മുറിക്കപ്പെട്ടാൽ, അവന്റെ വ്രതം ലംഘിക്കപ്പെട്ടാൽ സാംസന്റെ ശക്തി നഷ്ടപ്പെടും. സാംസനെ വക വരുത്താൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഫെലിസ്ത്യൻ പരാജയപ്പെട്ടു. അവസാനം അവർ ഒരു വഴി കണ്ടെത്തി. അവന്റെ കാമുകയെ സ്വാധീനിച്ച് ശത്രുക്കൾ അവളുടെ മുടിയിൽ ഉറങ്ങിക്കിടന്ന സാംസന്റെ മുടി മുറിപ്പിച്ചു. അതോടെ സർവ്വശക്തികളും നഷ്ടപ്പെട്ട സാംസനെ അവർ ബന്ധനസ്ഥരാക്കുന്നു. കൊടിയ പീഡനങ്ങൾക്ക് അവസാനം കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഇന്നത്തെ ഗാസയിലുള്ള ദാഗന്റെ ക്ഷേത്രത്തിനകത്തെ 2 കൂറ്റൻ തൂണുകളിൽ ബന്ധനസ്ഥനാക്കി. ആ 2 തൂണുകളായിരുന്നു കൂറ്റൻ ദേവാലയം താങ്ങി നിർത്തിയിരുന്നത്. സാംസനെ ക്രൂശിക്കുന്നത് കാണാൻ വലിയ ഒരു പുരുഷാരം തന്നെ ആ ക്ഷേത്രത്തിൽ തടിച്ചുകൂടി. അതേസമയം കാമുകിയെ വിശ്വസിച്ചതിനാൽ ചതിക്കപ്പെട്ട സാംസൺ ഒരേ ഒരു നിമിഷത്തേക്ക് തന്റെ ശക്തി തിരിച്ചു തരാനും കനിവ് കാണിക്കാനും യഹോവയോട് പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്തുള്ള സാംസന്റെ പ്രാർത്ഥന കേട്ട യഹോവ അവന്റെ ശക്തികൾ തിരിച്ചു നൽകി. അടുത്ത നിമിഷം സകല ഫെലിസ്ത്യരും എന്നോടൊപ്പം മരിക്കട്ടെ എന്നാൽ അറിയ സാംസൺ തന്റെ സർവ്വശക്തിയും കൈകളിലേക്ക് ആവാഹിച്ച് ആ 2 തൂണുകൾ കടപുഴക്കി മറിച്ചിട്ടു. ആ വമ്പൻ കെട്ടിടം ഒന്നടങ്കം നിലംപൊത്തിയപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന പുരുഷാരം അതിനടിയിൽപ്പെട്ട് സാംസനോടൊപ്പം ഞെരിഞ്ഞമർന്നു. അങ്ങനെ സാംസൺ തന്നോടൊപ്പം അവരെ ഈ മരണത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് സ്വയം നശിക്കുന്നതിനോടൊപ്പം സ്വന്തം ശത്രുക്കളെ നശിപ്പിക്കുന്ന ഈ ഓപ്പറേഷന് സാംസൺ ഓപ്ഷൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. വിനാശകരമായ ഒന്നാണ്. ഇസ്രയേൽ എന്ന ജനത എന്ന് തങ്ങളുടെ സമ്പൂർണ്ണ പരാജയം ഉറപ്പാക്കുന്നുവോ അന്ന് ശത്രുക്കൾക്കുമേൽ സെക്കൻഡ് സ്ട്രൈക്ക് നടത്താനുള്ള സംവിധാനമാണ് സാംസൺ ഓപ്ഷൻ. ഒരു രാജ്യം അണുബോംബിനാൽ നശിപ്പിക്കപ്പെട്ടാൽ ആക്രമണം മുൻകൂട്ടി കണ്ട് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ആണവായുധം രഹസ്യമായി സജ്ജമായി വയ്ക്കുന്നു. സാംസൺ ഓപ്ഷൻ വളരെ മാരകമാണ് എന്ന് മനസ്സിലായല്ലോ. എന്തായാലും ഇതുപോലെ ഈ ഒരു സാംസൺ ഓപ്ഷൻ എന്ന സംവിധാനം ഇസ്രയേലിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ നശിപ്പിക്കാൻ പലരും മുന്നോട്ട് വരാത്തതും അതുകൊണ്ടായിരിക്കും. പൂർണ്ണമായും ഇസ്രയേൽ നശിക്കപ്പെട്ടാൽ ഒരുപക്ഷെ സാംസൺ ഓപ്ഷൻ എന്ന ഈ ഒരു സംവിധാനം ഇസ്രയേൽ ഉപയോഗിച്ചാലോ എന്ന ഭയം പലർക്കുമുണ്ട്. അമേരിക്കയുടെ കുപ്രസിദ്ധമായ മാഡ് ഓപ്ഷൻ പോലെ ശത്രുരാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സംഹാരം ഇതിലൂടെ ഇസ്രയേൽ ഉറപ്പുവരുത്തും. തനിക്ക് മരണം വിധിച്ചവരെ കൂട്ടത്തോടെ മരണത്തിലേക്ക് വലിച്ചിട്ട് തങ്ങളുടെ സാഹസികനായ ന്യായാധിപന്റെ ഓർമ്മയ്ക്കായാണ് ഇസ്രയേലി സർവനാശത്തിന്റെ പദ്ധതിക്ക് സാംസൺ ഓപ്ഷൻ
ഓപ്ഷൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടാത്ത ഇസ്രായേൽ ഔദ്യോഗികമായി ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല. ഡേവിഡ് ബെൻഗുരിയോൺ, ഷിമോൺ പെരസ്, ലെവി എഷ്കോൾ തുടങ്ങി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തുണ്ടായിരുന്ന പലരും പരോക്ഷമായി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നത് മാത്രമാണുള്ളത്. നേരത്തെ ഭരണത്തിൽ കയറിയ ഉടനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഇറാന്റെ ആണവ പദ്ധതികൾ ഒബാമ നിയന്ത്രിക്കണം, ഇല്ലായെങ്കിൽ ഇസ്രായേൽ അതിനുവേണ്ട പരിഹാരം കാണും എന്ന്. ക്ഷമ നശിച്ചപ്പോൾ ഇറാനിലെ ഓപ്പൺഹൈമർ എന്നറിയപ്പെട്ട ഇറാനി ആണവ പദ്ധതിയുടെ പിതാവായ മൊഹ്സിൻ ഫക്രിസാദ നടുറോഡിൽ മരിച്ചു കിടന്നത് ഇസ്രായേലിന്റെ പ്രഹരശേഷിയുടെ ജ്വലിക്കുന്ന തെളിവാണ്. ഇറാന്റെ ആണവ പദ്ധതിക്ക് സാങ്കേതിക സഹായം നൽകുന്ന റഷ്യ ആലോചിക്കാനൊന്നുണ്ട്. ഇസ്രായേലിന് മാത്രമല്ല, നാളെ അതിന്റെ തിരിച്ചടി നിങ്ങൾക്കും നേരിടേണ്ടി വരും എന്ന്. 2004 റഷ്യയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ റഷ്യയും ഉൾപ്പെടും എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. പ്രശസ്തരായ ലോകത്തിലെ പല പ്രതിരോധ വിദഗ്ധരും ആശങ്കപ്പെടുന്നത് ഇസ്രായേലിന്റെ ശത്രുരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒന്നൊഴിയാതെ ഈ ഭീകരമായ ആക്രമണത്തിൽ നാമാവശേഷമാകും എന്നാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ ആണവായുധ സംരംഭകരാണ് ഇസ്രായേൽ എന്നതാണ് ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.